ഹലോ, ഞങ്ങളിന്ന് കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലേക്കൊന്ന് പോകുക കേട്ടോ. എൻ്റെ സ്വന്തം കുമ്പളങ്ങിലേക്ക്. ലിയോച്ചിന് ഉറക്കത്തിന് എണീറ്റുള്ളൂ കേട്ടോ. അതാണ്ട് എങ്ങനെ ഇരിക്കുന്നത്. നമ്മളിന്ന് പോകുന്ന വഴിക്കുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. നമ്മുടെ അറപ്പക്കൽ പൊഴിയാണ്. നല്ലൊരു വ്യൂ ആട്ടോ ഇത്. ഞങ്ങൾ മിക്കപ്പോഴും എപ്പോഴും വരാറുള്ളൊരു സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ പോവുകയാണേ. നമ്മൾ ബൈപ്പാസിന് താഴെ കൂടിയാട്ടോ പോകുന്നത്. ബീച്ചിൽ എന്തോ എക്സിബിഷൻ ഉണ്ട് കേട്ടോ. ടെൻറ്റുകളൊക്കെ ഒരുപാട് കെട്ടിയിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴും വീട്ടിലേക്ക് പോകുമ്പോൾ പടിഞ്ഞാറ് വഴിയായിട്ട് പോകാറ്. ഹൈവേയുടെ തിരക്കും ബഹളം ഒന്നുമില്ലാതെ ഈ ഒരു വഴിക്കുള്ള യാത്ര അതൊരു വൈബ് തന്നെ കേട്ടോ. നമ്മൾ പോകുന്ന വഴി ഒരു സൂപ്പർ റിസോർട്ട് ഉണ്ട് ഇവിടെ. കാർണോസ്റ്റേ എന്നാണ് പേര്. ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. എന്നാൽ കുറച്ചുകൂടി ബെറ്റർ ഇതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ റിസോർട്ടിൻ്റെ ബാക്ക് സൈഡ് ബീച്ചാണ് കേട്ടോ. സൂപ്പർ സ്ഥലമാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പോകുന്ന വഴി പമ്പിൽ കയറി കുറച്ച് പെട്രോളൊക്കെ അടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെയും പോയി. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ആലപ്പുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ വെളിച്ചത്തിൻ്റെ മണ്ണിലാണ് കേട്ടോ. നമ്മുടെ സ്വന്തം അർത്തുങ്കൽ സെൻറ് ആൻഡ്രൂസ് ബസിലിക്ക. ഞങ്ങളെപ്പോൾ വീട്ടിലേക്ക് പോയാലും ഒന്ന് ഇവിടെ കയറി വെളുത്തച്ഛനെ കണ്ടിട്ട് പോകാറുള്ളൂ. ജനുവരിയിലെ പെരുന്നാളിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൂടുന്ന സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ ബീച്ചനുമായിട്ട് കിടക്കുന്നത്. ചരിത്രം മുഴങ്ങുന്ന മണ്ണ് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ഒരു പുണ്യഭൂമിയാണിത്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ലിയോച്ചൻ അപ്പോഴേക്ക് ഉറക്കത്തിൽ നടന്നു കേട്ടോ. അവൻ്റെ ചാട്ടവും കളിയൊക്കെ തുടങ്ങി. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ പോകുന്നത്. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തി. അന്തകാനഴി ബീച്ചാണ് കേട്ടോ ഇത്. ഇതും വളരെ ഭംഗിയുള്ള ഒരു ഏരിയ ആണ്. തീരദേശ റോഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, മുഴുവൻ ബീച്ച് വ്യൂ ആയിരിക്കും. ഇവിടെ അടുത്ത ഒരു ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് മുന്നോട്ടൊക്കെ വേറൊരു ഡെസ്റ്റിനേഷൻ കൂടെ കണ്ടോ. ഇവിടെ ആളുകളൊക്കെ റീൽസ് എല്ലാം എടുക്കുന്നുണ്ട്. നല്ല ബീച്ച് വോളൊക്കെ കെട്ടി സൂപ്പറാക്കി ഇടുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഗൈസ്. ഇവിടെ എത്തുമ്പോഴേക്കും എന്താണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷം കേട്ടോ. ലോകത്ത് എവിടെ പോയാലും എല്ലാവരുടെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ജനിച്ചു കിടന്ന സ്വന്തം നാടാകുമല്ലോ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്തായാലും എനിക്ക് എൻ്റെ നാടാണ് ഏറ്റവും ഇഷ്ടം. ഇത് കുമ്പളങ്ങി കണ്ടക്കടവ് റോഡാണ് ഇത്. രണ്ട് സൈഡിലും നല്ല സൂപ്പർ വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത്. വളരെ മനോഹരമായ സ്ഥലമാട്ടോ. ഞാനിങ്ങനെ സ്വന്തം നാടിനെ പൊക്കിപ്പറയാൻ വിചാരിക്കട്ടെ, ഒരു തവണയെങ്കിലും വന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്താൽ ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ്. എൻ്റെ വല്ലാത്ത സന്തോഷം. ഞങ്ങൾ എപ്പോൾ ഇതുവഴി വന്നാലും ഇവിടെ ഒന്ന് ഇറങ്ങാതെ പോയില്ല കേട്ടോ. അത്രയ്ക്ക് റിഫ്രഷിംഗ് ആണ് ഈ സ്ഥലം. ഇപ്പോഴേക്ക് നല്ല രീതിക്ക് മഴക്കാർക്ക് വെച്ച് തുടങ്ങി. പിന്നെ ഞങ്ങളുടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ ഒരു ഓട്ടം തുടങ്ങി. ഇവിടെ അടുത്തൊരു അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് റിസോർട്ട് അക്വാട്ടിക് ആണ് ഇത്. ഇത് നമ്മൾ പോകുന്ന വഴി തന്നെയാണ് കേട്ടോ. ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ ആണ്. വളരെ മനോഹരമായ സ്ഥലമാട്ടോ ഇത്. അങ്ങനെ അവസാനം നമ്മുടെ വീട്ടിലേക്ക് വഴിയിലെത്തി. അപ്പോൾ ഇവിടെ കാത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നോക്കി രാവിലെ മുതൽ പോകാൻ കാത്തു നിൽക്കുകയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം തമ്മിൽ കണ്ടപ്പോഴുള്ള സ്നേഹപ്രകടനങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ അവനെ കണ്ടപ്പോഴേക്ക് ലിയോച്ചൻ ചാടി ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങളെ ആരും അവന് വേണ്ട. അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം വഴി തന്നെ നിന്നു കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് എത്തി. ആദ്യം നോക്കി തന്നെ കറ്റാറുകളുണ്ടോന്നാണ്. ഭാഗ്യം അത് അവിടെ തന്നെ നിൽക്കുന്നു. ഇനി ജസ്റ്റ് നമ്പർ 2 സ്നേഹപ്രകടനമാണ് കേട്ടോ. അല്ലെങ്കിൽ വേറെ കുട്ടികൾ കഴിഞ്ഞിട്ടുള്ള നമ്മളൊക്കെ ഉള്ളു. വീട്ടിലെത്തിയാൽ പിന്നെ എൻ്റെ മെയിൻ പരിപാടി അവിടെ ഉള്ളവരെ തിന്നു തീർക്കുന്നത് കേട്ടോ. ഈ പ്രാവശ്യം ഫ്രിഡ്ജിനകത്തിരുന്ന ഡയറി മിൽക്കിലെ സ്റ്റാർട്ടിങ്. എന്താണെങ്കിലും എൻ്റെ ഗണപതിക്ക് ആദ്യം കൊടുക്കണമല്ലോ. അങ്ങനെ ഡയറി മിൽക്ക് തീറ്റ കഴിഞ്ഞ് നെക്സ്റ്റ് ബ്രെഡും ചിക്കൻ കറിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ എൻ്റെ കുഞ്ഞാപ്പയാണ് അടുത്തുണ്ടായിരുന്നത്. അങ്ങനെ അവൻ്റെ വായിൽ കുറച്ച് വെച്ച് കൊടുത്തു. അവനത് കഴിച്ചു കേട്ടോ. നല്ല വിശപ്പുണ്ടാണെന്ന് തോന്നുന്നു. വീട്ടിലെത്തി എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര വിശപ്പ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അതും അകത്താക്കി. എവിടെ ചെന്നാലും കാട്ടും വിട്ടൊരു കളിയില്ല. രണ്ടും കൂടി റിമോട്ടിലുള്ള വടംവലിയാണ് കാണുന്നത്. അടുക്കളയിൽ നമ്മുടെ സ്പെഷ്യൽ അയിലക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ലിയോച്ചൻ പതിപോലെ കളി തുടങ്ങി കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് അടി. ചോറ്, അമരയ്ക്ക തോരൻ, അയിലക്കറി, ചെമ്മീൻ വറുത്തത്, പപ്പടം. ആഹാ, ഇതൊരു തീറ്റ വ്ളോഗാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. സത്യം പറഞ്ഞ വീട്ടിൽ വന്ന് എനിക്ക് ഇതൊക്കെ ഉള്ളൂ. സ്വന്തം വീട്ടിലെ സ്വന്തം അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം അതൊരു വികാരമാണ്. ഇനി കുറച്ച് ഫോട്ടോഷൂട്ട് പരിപാടി ആയാലോ. നമ്മുടെ ഇപ്രാവശ്യത്തെ ഓരോ ഫോട്ടോഷൂട്ടും